വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നെയ്യ് ചൂടാക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഇടേണ്ട പച്ചമുളക് ഉള്ളി വഴന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. സവാള വഴന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഞാൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ തട്ടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ. തൈരും കൂടെ ഒഴിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു അടുപ്പത്ത് ചോറ് സെറ്റ് ആക്കി അതിനിടയിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള അണ്ടി മുന്തിരി കൂടെ ഒന്ന് വറുത്തിട്ട് അപ്പൊ ചോറ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേവിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചോറ് ലെയർ ചെയ്ത് ചോറിന്റെ മുകളിലായിട്ട് മല്ലിയിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ഡാൽഡയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ചോറിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ചോറിട്ടിട്ട് മല്ലിയിലയും നെയ്യും അണ്ടി മുന്തിരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എന്താ കുറച്ച് നേരം ദമ്മിലിട്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.